അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നത് ഏതൊരു മുസ്ലിമിനും പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഫർളുകളും സുന്നത്തുകളും ചെയ്ത് പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാരാണ് ഔലിയാക്കൾ. എന്നാൽ കേരളത്തിൽ സമസ്തക്കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാക്കൾ എന്ന ആളുകൾ അവരുടെ ജീവിതങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച വിലായത്ത് വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. അവരുടെ ഔലിയാക്കളുടെ നേതാക്കളിൽപ്പെട്ട ഒരാളാണല്ലോ CM മടവൂർ. കുതുബുൽ ആലമെന്നും മുദബ്ബിറുൽ ആലമെന്നും ഷെയ്ഖുൽ മശായിഖ് എന്നും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിളിപ്പേരുകൾ സമ്മാനിച്ച് അവർ തലയിലേറ്റി നടക്കുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വൈറസാണ് CM മടവൂർ എന്ന വ്യക്തി. ഈ വ്യക്തി ഇസ്ലാം നിർദ്ദേശിച്ച ഫർലായ കാര്യങ്ങൾ ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല, ഹറാമുകൾ പലതും ചെയ്തിരുന്നു എന്നത് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമും തൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന കേവലം ഇസ്ലാമികപരമായ മര്യാദകൾ പോലും പാലിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഇയാള്. സ്വന്തം നൊന്ത് പ്രസവിച്ച മാതാവ് സലാം പറഞ്ഞിട്ട് വർഷങ്ങളോളം ഇയാൾ സലാം മടക്കിയില്ല എന്ന് പറയുമ്പോൾ ഇയാളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എത്രത്തോളമായിരുന്നു എന്ന് ആർക്കും ഊഹിക്കാൻ പറ്റും. ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേൾക്കുക. രാവിലെ ഒരു ഗ്ലാസ് ചുടുവെള്ളം, രാത്രി ഒരു ഗ്ലാസ് ചുടുപാല്, ഇങ്ങനെ കടിച്ച് ഒരു ദിക്റ് ചൊല്ലി തീർക്കാൻ 5 വർഷക്കാലം. യഥാർത്ഥത്തിൽ ആ ഷെയ്ഖ് 3 വർഷമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ആ ദിക്റ് ചൊല്ലി 2 വർഷമായപ്പോൾ ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ ഉമ്മ മകനെ കാണാൻ വന്നു. 2 വർഷമായി വീട്ടിലേക്ക് വരുന്നില്ല, കാണുന്നില്ല. മകനെ കാണാൻ വന്നു ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ. വന്നപ്പോൾ ഈ ദിക്റ് ചൊല്ലുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിലുള്ള നിബന്ധന എന്താണ്? ആ ദിക്റ് ചൊല്ലുന്ന കാലയളവിൽ ഒരു മഖ്ലൂക്കിനോടും സംസാരിക്കാൻ പാടില്ല. സംസാരം മൊത്തം അള്ളാഹുവിനോട്. ഈ കാലയളവിൽ ഉമ്മ വന്നുകൊണ്ട് മകന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ ഉമ്മാക്ക് സലാം അടക്കിയില്ല. കാരണം ആ കാലയളവിൽ സംസാരം മൊത്തം അള്ളാഹുവിനോടാണ്. ഉമ്മക്കത് അറിയില്ലല്ലോ. ഉമ്മ തിരിച്ചുപോയി. അവരെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു പണ്ഡിതനെയും കൂട്ടി വീണ്ടും ഉമ്മ വന്നു. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ സലാം അടക്കാതിരുന്നപ്പോൾ കൂടെയുള്ള ആ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സലാം അടക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഞാൻ 2 വർഷമായി രാപ്പകലില്ലാതെ കഠിനാധ്വാനിച്ച് ദിക്റ് ചൊല്ലിയത് ബാത്തിലായിപ്പോയി. ഇനി ഞാൻ വീണ്ടും 3 വർഷം തുടങ്ങണമെന്ന് പറഞ്ഞ് വീണ്ടും 3 വർഷം, അങ്ങനെ 5 വർഷക്കാലം ഒരേ ഇബാദത്തിന് സമയം ചെലവഴിച്ച മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി. അപ്പൊ ഇയാള് 3 വർഷക്കാലം ഇയാളുടെ ഷെയ്ഖിന്റെ കീഴിൽ കഠിനമായ റിയാദയിലായിരുന്നു. ആരാ ഷെയ്ഖ്? പുലി മൊയ്തീൻ എന്ന ഷെയ്ത്താൻ. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന പുലി മൊയ്തീൻ. എന്താണ് റിയാദ? കഠിനമായ തപസ്. ഈ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ കാണുന്നത് പോലെ വിശ്വാമിത്ര മഹർഷി ഒറ്റക്കാലിൽ 100 കൊല്ലം തപസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലെ കഠിനമായ, സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള കഠിനമായ തപസ്, അതിനാണ് റിയാദ. അങ്ങനെ 3 വർഷം ചെയ്യണം എന്നാണ് ഷെയ്ഖിന്റെ നിർദ്ദേശം. അതിൻ്റെ ഇടയിൽ ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഇയാളുടെ ഉമ്മ വന്നിട്ട് സലാം പറഞ്ഞു. കാരണം ഇയാള് വർഷങ്ങളായിട്ട് കെട്ടിയാളിയും തൊലാക്കി ചൊല്ലി ഉമ്മാനും നോക്കാതെ, കുടുംബത്തിന് ശ്രദ്ധിക്കാതെ, ദർസിലെ കുട്ടികളൊക്കെ പിരിച്ചുവിട്ട് ഇങ്ങനെ ഈ പുലിമൊയ്തീന്റെ ശൈത്താനീയത്തിൽ ഇങ്ങനെ പെട്ട് നടക്കുകയുള്ളൂ. ഉമ്മ വന്നിട്ട് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ മടക്കണില്ല, സലാം മടക്കണില്ല. അപ്പൊ ആ അവസ്ഥയിൽ സലാം മടക്കാൻ പാടില്ല എന്നാണ് അത്ര നിബന്ധന. ആരെ നിബന്ധന? അള്ളാഹിന്റെ റസൂലിന്റെ നിബന്ധന അല്ല. അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീനിൽ അങ്ങനെ നിബന്ധന അല്ല. അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീനിലുള്ള നിബന്ധന എന്താ? ഒരാൾ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വന്തം ഉമ്മ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം മുറിച്ചിട്ട് ഉമ്മാക്ക് ജവാബ് കൊടുക്കണം എന്നാണ് അള്ളി റസൂലും പഠിപ്പിച്ച ദീനുള്ളത്. അപ്പൊ അള്ളി റസൂലും പഠിപ്പിച്ച നിബന്ധന അല്ല. പിന്നെ ആര് പഠിപ്പിച്ച നിബന്ധന? പുലി മൊയ്തീൻ എന്ന ഷെയ്ത്താൻ പഠിപ്പിച്ച നിബന്ധന. അങ്ങനെ ഉമ്മ വന്നിട്ട് സലാം പറഞ്ഞിട്ട് ഇയാൾ സലാം അടക്കിയില്ല എന്ന് മാത്രമല്ല, ഉമ്മ ടെൻഷനോട് കൂടി മടങ്ങിപ്പോയി. എന്നിട്ട് ഇയാൾ പറയും, മുസ്ലിയാർ പറയാ, ഉമ്മാക്ക് അറിയില്ലോ ഈ അവസ്ഥനെ കുറിച്ച് എന്ന്. അതെങ്ങനെയാണ് ഉമ്മാക്ക് അറിയാതിരിക്കുക? നിങ്ങളെ വാദപ്രകാരം മടവൂരിന്റെ ഉമ്മ വലിയത്താണ്, ബാപ്പ വലിയാണ്, വല്യാപ്പ വലിയാണ്, മൊത്തം ഔലിയ കുടുംബാണ്. റേഷൻ കാർഡിൽ ഔലിയ കാർഡുള്ള ആൾക്കാരാണ്. BPL കാർഡ്, APL കാർഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഔലിയ കാർഡുള്ള ആൾക്കാരാണ് പോലെ. മൊത്തം കുടുംബം മൊത്തം ഔലിയാക്കളാണ്. അപ്പൊ മടവൂരിന്റെ അവസ്ഥ ഉമ്മ മനസ്സിലാക്കണ്ടേ? ഉമ്മ ഒന്ന് ശല്യപ്പെടുത്താൻ വേണ്ട മടവൂരിനെ? ഇരിക്കട്ടെ. അങ്ങനെ ഉമ്മ ഒരു പണ്ഡിതനെയും കൂട്ടി വന്നു. പണ്ഡിതൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പണ്ഡിതന്റെ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇയാൾ ഉമ്മക്ക് സലാം അടക്കി വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ കഠിന തപസ്സാകുന്ന റിയാദ മുറിഞ്ഞു. പിന്നെയും 2 കൊല്ലം ഇത് ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് ഈ പറയണത്. സുഹൃത്തുക്കളെ, ഇതാണ് മടവൂരും ഇസ്ലാമും തമ്മിലുണ്ടായിരുന്ന ബന്ധം.
ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമും ജീവിതത്തിൽ പാലിക്കുന്ന മര്യാദയാണത്. സലാം പറയാ, സലാം പറഞ്ഞാൽ മടക്കുക എന്നുള്ളത്. ഓൻ ചിലപ്പോൾ നിസ്കരിക്കലുണ്ടാവില്ല, നോമ്പ് നോൽക്കാറുണ്ടാവില്ല, എന്നാലും ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കും. ആ കേവല മര്യാദ പോലും ജീവിതത്തിൽ പാലിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് കുത്തുബുൽ ആലം, മുദബ്ബിറുൽ ആലം, ഷെയ്ഖുൽ മശായിഖ്, ഔലിയാക്കള നേതാവ് മാങ്ങാത്തൊലി. ഇയാൾക്ക് എന്ത് ബന്ധമാണ് ഇസ്ലാമായിട്ടുണ്ടായിരുന്നത്? ഇനി അത് പോട്ടെ, നമസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയുള്ള നമസ്കാരം. ആ കാര്യത്തിൽ ഇയാളുടെ നിലപാടെന്തായിരുന്നു പറയട്ടെ. ബത്തേരി ഭാഗത്തു കൂടി പോകുമ്പോൾ റോബിജാലിന്റെ മുകളിൽ സിസർ വലിക്കുന്നു. അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ ബാക്കവിയാണ് ദർശ നടത്തുന്നത്. ജമാഅത്തിന്റെ ടൈമായപ്പോൾ ബാക്കവി കുട്ടികളെ പറഞ്ഞു വെച്ചു, അവൻ ദർശ നടത്തണ്ട, പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അവൻ പഠിച്ചു വരട്ടെ. ബാക്കവി പിന്നീട് ദർശന് വേണ്ടിയിരുന്നപ്പോൾ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. തിരിച്ച് ബാക്കിയാത്തിൽ പോയി വീണ്ടും പഠിച്ചു. ഷെയ്ഖിനായുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു. പൊരുത്തം വാങ്ങിയിട്ടാണ് രണ്ടാമത് ദർശ തുടങ്ങുന്നത്. അപ്പൊ വിലായത്ത് തലയിൽ കയറിയിട്ട് ബത്തേരി ഭാഗത്ത് കൂടി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കുന്ന കാലത്ത് ഇയാളോട് ഒരു പള്ളിന്റെ മുമ്പിൽ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ പോകാതെ ഊച്ചാലിന്റെ മുകളിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പള്ളിയിലെ ഉസ്താദ് ചിലപ്പോൾ ആൾക്കാരെ പറഞ്ഞേക്കും, ആ ചങ്ങായി ആ പള്ളിന്റെ മുമ്പിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കണേ, ഓനെ വിളിച്ചോണ്ട് നിസ്കരിക്കാൻ പറയാന്ന് പറയും. അതാണ് ഈ ബാക്കവി ചെയ്ത കുറ്റം. അത് ചെയ്തതും ഇയാള് ഒറ്റ ആട്ടല്. എന്താണ് ഇയാളെ മേത്തുകാര്യം മലം വാരി എറിഞ്ഞോ ചേ എന്നൊക്കെ പറയാന്? അല്ല, പള്ളിയിൽ ജമാഅത്ത് അടക്കുമ്പോൾ നിസ്കരിക്കാൻ വിളിച്ചു. അതിന്റെ പേരിൽ കോപാകുലനായ വിശ്വാമിത്ര മഹർഷി ശപിച്ചിരിക്കുന്നു. എന്താണ്? അവൻ പോയി പഠിക്കട്ടെ. അതോടുകൂടി കൊല്ലങ്ങളോളം വെല്ലൂർ ബാക്കിയാത്ത് പോയി മണ്ടിൻ ചൊറഞ്ഞിരുന്ന് പഠിച്ച് ബാക്കവി ബിരുദം നേടിയ മനുഷ്യന്റെ എല്ലാ ഇൽമും ആണ്ട് നഷ്ടപ്പെട്ടു പോയി. പിന്നെ വീണ്ടും എന്ത് ചെയ്തു? വെല്ലൂർ ബാക്കിയാത്ത് തന്നെ പോയി വീണ്ടും പഠിച്ചു, വീണ്ടും സനത് വാങ്ങി മടവൂന്റെ അടുത്തുനിന്ന് മാപ്പ് പറഞ്ഞു. എന്താ ചെയ്ത കുറ്റം? നിസ്കരിക്കണ നേരത്ത് ആ പള്ളിന്റെ മുമ്പിലിരുന്ന് പള്ളിയിൽ പോകാതെ അവിടെ നിന്ന് കാലുമക്കാലും കയറ്റി വെച്ച് സിഗരറ്റ് ഇങ്ങനെ വലിച്ചു. ആ വലിച്ചപ്പോ അയാളെ പള്ളിക്കൊക്കെ ക്ഷണിച്ചു, കള്ളുഷാപ്പിൽക്കല്ല പള്ളിക്ക്. അത് ചെയ്തതിന്റെ പേരിലാണ് ഇതിവിടെ സംഭവിച്ചത്. മനസ്സിലായോ? പറയടോ, ഇയാളും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരുന്നത്? ഇതിപ്പോ പള്ളിയിൽ പോകാതെ ജമാഅത്തിന്റെ നേരത്തെ ആ പള്ളിന് മുമ്പിലും സിഗരറ്റ് വലിച്ച കഥ, ഈ സിഗരറ്റ് വലിപ്പിച്ച കഥ കേട്ടോളി. ഷെയ്ഖുനയുടെ വീട്ടിൽ ഒരു ചെറിയ റൂമുണ്ട്. ഇന്ന് ഷെയ്ഖുനയുടെ ആധാറുകളൊക്കെ അതിലുണ്ട്. ചിറ്റടിമീത്തൽ വീട് ഒന്ന് പോയി കാണണം. നമ്മൾ വലിയ വലിയ ഔലിയാക്കൾ താമസിച്ച വീടാണത്. അവിടെ പോകണം. ഷെയ്ഖുന ഇരുന്നിരുന്ന റൂം അവിടെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഷെയ്ഖുനയുടെ ആധാറുകൾ കുറേയുണ്ട്. കുപ്പായവും കോട്ടും ഒക്കെ ഉണ്ട്. ഞാൻ ഈ വർഷം അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷെയ്ഖുന ചിലപ്പോൾ ഇരിക്കും അത്രേ. ഷെയ്ഖുന ഇരുന്നിട്ട് പിന്നെ ഷെയ്ഖുന അവിടെയുള്ള എന്നോട് തങ്ങൾ പറഞ്ഞതാണ്, അത് തള്ളിക്കര തങ്ങൾ അബ്ദുൾ റഷീദ്, അദ്ദേഹം ആ കുടുംബത്തിലെ മെമ്പറായിരിക്കും. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹം ഇപ്പോൾ ആളാണ്, ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ തന്നാലും ഷെയ്ഖുനാൻ്റെ കാലത്ത് ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് വിളിച്ച്, ഈ റൂമിലേക്ക് ഇവരൊക്കെ വിളിച്ച് ഷെയ്ഖുന എല്ലാവരെ കൊണ്ടും സിഗരറ്റ് കയ്യിലുണ്ട്, അതുകൊണ്ട് വലിപ്പിച്ച്. അതിൻ്റെ സിറ എനിക്കറിയില്ല, ഞാൻ പോത്തിന് മസല പറഞ്ഞ് വിഷയാക്കണ്ട. അപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങനെ ഇവർക്കൊക്കെ വലിക്കാൻ കൊടുത്തു. ആ റൂം ചെറിയ ഇടുങ്ങിയ റൂമാണ്, അത് നിറയെ പുക നിറഞ്ഞു. ഇപ്പോൾ എന്ത് ശ്വസിക്കുന്നു ചോദിക്കുകയാണ് ഇവരോട്, എന്താ അവിടുത്തെ വാസന? അപ്പോൾ പറഞ്ഞ് ഈ വീടിൻ്റെ വാസന, എല്ലാവർക്കും ചീത്ത വാസന. നിങ്ങൾക്ക് മദീനയുടെ വാസന അറിയണോ? എല്ലാവരും മദീനൻ്റെ വാസന അറിയണമെന്ന് വെച്ചാൽ ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ലല്ലോ. ഇവരെല്ലാവരും ആന്ന് പറഞ്ഞു. എന്നാൽ ശ്വസിക്കുക. പിന്നെ ഇവർ മണത്തു നോക്കുമ്പോൾ അമിതമായ എന്താ പറയുക, അത്രയും ആനന്ദകരമായ സ്മെല്ല്, മദീനയിലെ സ്മെല്ല്, മുത്തു റസൂലുള്ളാഹിന്റെ സ്മെല്ല് അവർക്ക് ഷെയ്ഖുന വാസനിപ്പിക്കുകയാണ്. അതിന് ഷെയ്ഖുനാക്ക് കഴിയും, ഇപ്പോഴും കഴിയും. ബന്ധപ്പെട്ട് എനിക്ക് മദീനത്തെ സ്മെല്ല് കിട്ടണമെന്ന് ചാട്ടം പിടിച്ചാൽ ഇപ്പോഴും തരും. അപ്പൊ ഷെയ്ഖുനാന്റെ ചിറ്റടി മീത്തൽ വീട്, ആ ചിറ്റടി മീത്തൽ വീട്ടിൽ ഷെയ്ഖുനാന്റെ ആസാറുകളൊക്കെ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുപ്പായും കോട്ടും കോണകവും ട്രൗസറും ഒക്കെ ഉണ്ടല്ലോ. ഇയാൾ ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ വർക്കത്തെടുക്കലുണ്ട്. അങ്ങനെ ഷെയ്ഖുന ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് ചെറുപ്പക്കാരൊക്കെ വിളിച്ചിട്ട് വാതിലടച്ചിട്ട് എല്ലാവർക്കും സിഗരറ്റും ബീഡിയും വലിക്കാൻ കൊടുത്തു. അങ്ങനെ കൂട്ടം കൂട്ടി ഇങ്ങനെ വലിച്ചു പുകച്ചു. എന്നിട്ട് ചങ്ങായി പറയാണ്, അതിന്റെ സിറ് എന്താണെന്നപ്പോൾ എനിക്കറിയില്ല, എന്നോട് ചോദിക്കണ്ടെന്ന്. അതിന് പ്രത്യേകിച്ച് എന്ത് സിറ്? നിങ്ങൾ ഔലിയാക്കൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, സിഗരറ്റ് വലിപ്പിക്കുക, വീട് വലിപ്പിക്കുക, കള്ള് കുടിക്കുക, എന്നിട്ട് കള്ള് കുടിച്ചിട്ട് പാലാണെന്ന് പറയാ, അങ്ങനെ എല്ലാ തോന്നിയാസും ചെയ്യുക, അതന്നെ അതിന്റെ സിറ്. വേറെ പ്രത്യേകിച്ച് സിറൊന്നുമില്ല. ഈ ശൈത്താനിയെ തന്നെ അതിന്റെ സിറ്. ചുരുക്കി പറയാ, അങ്ങനെ ഈ ചെക്കന്മാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇയാൾ സിഗരറ്റും ബീഡിയൊക്കെ കൊടുത്ത് ഒന്നോറ്റ് പുകച്ച് പുക ഇങ്ങനെ നിറഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചത്രേ, ഇപ്പോൾ എന്ത് തോന്നുന്നു? എന്ത് തോന്നാനും പോകാൻ്റെ സ്മെല്ലുണ്ടാവും. എന്നിട്ട് ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് മദീനയുടെ വാസന അനുഭവിക്കണോ? ഭാര്യയും വേണ്ടെന്ന് പറയോ? അനുഭവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മദീനന്റെ വാസന, വല്ലാത്തൊരു വാസന ഇങ്ങനെ അനുഭവിച്ചു. അതിനെന്തിനോട് സിഗരറ്റ് കൊടുക്കണത്? എന്തിനാണ് അനുഭവിപ്പിച്ചാൽ പോരെ? അതിന് നിങ്ങൾ കള്ളും സിഗരറ്റൊക്കെ കൊടുത്തിട്ടാ മദീനന്റെ വാസന അനുഭവിപ്പിക്കല് തന്നെ?
നിർഭം പറയാണ് ഇപ്പോഴും കിട്ടും, ആർക്കെങ്കിലൊക്കെ വേണമെങ്കിലും മദീനന്റെ വാസന വാങ്ങിച്ച് ഇപ്പോഴും കിട്ടും. മടവൂര് മരിച്ചു 34 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആണെങ്കിലും കിട്ടും. ഷാട്ടും പിടിക്കണം. അതിനെന്ത് ചെയ്യണം? മടവൂരിന്റെ ചാർത്തങ്ങ പോയിട്ട് ഇങ്ങനെ കുട്ടികൾ കോലുമുട്ടായിക്ക് ഷാട്ടും പിടിക്കണം. മാതിരി എനിക്കും മദീനന്റെ മണം വേണം, എനിക്കും മദീനന്റെ മണം വേണം എന്ന് പറഞ്ഞാൽ ഷാട്ടും പിടിക്കണം. അപ്പൊ കിട്ടും അത്ര. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ ഇയാൾ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനി ജുമുഅന്റെ അവസ്ഥ എന്തായിരുന്നു? ഇവരെന്നെ പറയട്ടെ. അപ്പോൾ ഇത് ഷെയ്ഖുനാൻ്റെ വീട്ടിൽ എന്നോട് വലിയൊരു പാപ്പ പറഞ്ഞു, ഷെയ്ഖുന മൂപ്പൻ്റെ വീട്ടിലുള്ള ടൈമിലാണെന്ന് തോന്നുന്നു. വലിയൊരു പാപ്പ പറയാണ്, ഒരു മുഹമ്മദ് മുസ്ലിയാർ നാടൊക്കെ പാപ്പ പറഞ്ഞിരുന്നു, ഞാൻ മറന്നതാണ്. അവിടെ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്ന് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ജുമായോട് അടുത്ത് തുടങ്ങി ഷെയ്ഖുനാക്ക് ഇങ്ങനെ വീത് കൊടുക്കുകയാണ്, വിഷറി കൊണ്ട് ഇങ്ങനെ വീത് കൊടുക്കുക. ജുമാൻ്റെ ടൈമായി ബാങ്ക് കൊടുത്തു. പഠിച്ചോനെ അല്ലാ ജുമാക്ക് പോകണമല്ലോ. അപ്പോൾ മൊഹമ്മൂലിയാരെ മകൻ കൂടെ ഉണ്ട്. ഈ ബാങ്ക് കൊടുത്തപ്പോൾ മകൻ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ജുമാക്ക് പോകണ്ടേ മോനെ, ഞാൻ മൊയിലിയാരെ കൂടെ ജുമാക്ക് വരാം, മോൻ പൊയ്ക്കോന്ന് പറഞ്ഞു. മൊയിലിയാരാണ് ഷെയ്ഖുനാൻ്റെ കൂടെ വരാം. സുബ്ഹാനല്ലാ, ഷെയ്ഖുന ആ കിടത്തം തന്നെ. ഇതേ അങ്ങനെ വീതുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് മകൻ വന്നാൽ ഇപ്പോൾ ജുമാ കഴിഞ്ഞല്ലോ, ഷെയ്ഖുനാൻ്റെ കൂടെ ആണ് ഞാനുള്ളത് മോനെ. ഷെയ്ഖുന എൻ്റെ കൂടെ പള്ളിക്ക് നിസ്കരിക്കാണ്ടായിരുന്നല്ലോ. ആ മകൻ്റെ കൂടെ സൊഫിൽ ഷെയ്ഖുന ഒന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ആൾ കുടുങ്ങിയിട്ടുണ്ട്. മൊയിലിയർക്ക് ജുമാ നിർബന്ധമൊന്നുമില്ല, യാത്രക്കാരനെ ഞാൻ പൈമ കിളിപ്പാക്കാൻ നിൽക്കണ്ട. ആ ഏതൊരു മയമൂല്യൊരു മോനും കൂടി മടവൂരിനെ കാണാൻ പോയി വെള്ളിയാഴ്ച. അങ്ങനെ ഈ തന്ത മയമൂല്യരുണ്ടല്ലോ, ഇയാൾ ഇങ്ങനെ മടവൂരിന് വീശി കൊടുക്കണേ ജുമാൻ്റെ നേരെയപ്പോൾ മോൻ പള്ളിയിൽ പോയി. അപ്പോൾ നിങ്ങൾ പള്ളിയിൽ പോയിട്ടില്ല ചോദിച്ചപ്പോൾ ഞാൻ ഷെയ്ഖുനാൻ്റെ കൂടെ വരാം. ഈ സാധു വിചാരിച്ച വലിയ ഉലിയുള്ളൂ. മുപ്പരെന്തായാലും 12 മണിക്കുള്ള ജുമയൊക്കെ 10 മണിക്ക് തന്നെ പോയിരിക്കും. അവിടുത്തെ ഒരു 3 അൽക്കൗഫൊക്കെ ഓതിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഈ ബാത്ത് ചെയ്യുന്ന ആളായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ഷെയ്ഖുനാൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് മോൻ പോയിട്ട് ജുമയം കഴിഞ്ഞ് വന്നപ്പോഴും തന്ത അവിടെ വീശി കൊടുക്കണിരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ജുമായക്ക് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷെയ്ഖുനാനെ വീശി കൊടുത്തിട്ട് ഷെയ്ഖുനെ ഇവിടുന്ന് നീച്ചില്ല. ഷെയ്ഖുൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ജുമയക്ക്. അപ്പം മയമൂല്യർ ആരായി? തനി പൊട്ടനായി. എന്നാ ഈ മടവൂരിന് മയമൂല്യരോട് പറഞ്ഞൂലേ, എടാ മഹമ്മദേ, ഞാൻ വേറെ 40 തടി ഉണ്ട് എനിക്ക്, എൻ്റെ ഒരു തടി ഇപ്പം എൻ്റെ മോൻ്റെ ഒപ്പം നിസ്കരിക്കുന്നുണ്ട്, അവിടെ എനിക്ക് ഒറ്റ തടിയിലുള്ളൂ, ഇയാളെ പോയി നിസ്കരിച്ചോ, ഇവിടെ നിന്ന് വീശി തരണ്ടെന്ന് പറഞ്ഞൂടെ. അയാളെ ജുമ ബാത്തിലാക്കി. അപ്പം ഇയാളെ ജുമയക്ക് പോരില്ലാന്ന് മാത്രമല്ല അയാളെ ജുമയും ബാത്തിലാക്കി. എന്നിട്ട് ഇയാളെ ന്യായീകരണം, പകരൻ്റെ ന്യായീകരണം എന്ത്? മയമൂല്യർ ജുമ ഒഴിവാക്കിയത് ഞാൻ ക്ലിപ്പാക്കാൻ നിൽക്കണ്ട, യാത്രക്കാരൻ്റെ ജുമ നിർബന്ധമല്ലോ. ആദ്യം തന്നെ മോൻ ജുമയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞൂടെ മയമൂല്യർക്ക്, മോനെ ഞാൻ യാത്രക്കാരനാണ്, എനിക്ക് ജുമ നിർബന്ധമില്ല, ഞാൻ ഷെയ്ഖുനൊക്കെ ഹിദ്മത്തും ചെയ്തപ്പോൾ അങ്ങനെ നിന്നോളാന്ന് പറയണ്ടേ? അല്ല ഈ മോന് യാത്രക്കാരനല്ലേ, ഓന് ജുമ നിർബന്ധമുണ്ടോ? അപ്പൊ എന്ത് തോന്നിയാസം ചെയ്താലും അതിനൊക്കെ മസാല. അതിനുള്ള ഒരു തരികെട്ടിട്ടിക്കാണ്ട് ഓരോ അഹസനി ബിരുദും ഓരോ ബിരുദെടുത്തുകൊണ്ട് ഇറങ്ങണത്. ഇനി ഇതിപ്പോ അങ്ങനെ, ഇനി ജുമയൊക്കെ പോകാത്ത സംഭവം വേറെ ഉണ്ട് കേട്ടോളി. സെയ്താർ പള്ളിയിൽ നമ്മളെ തലശ്ശേരിയുള്ള പള്ളി, അത് പണ്ട് ജുമയില്ലേനത്. ഷെയ്ഖുന നടന്നു വന്നൊരു ദിവസം അവിടെ ജുമയില്ലാത്തൊരു ദിവസം സറാമ്പി പള്ളിയാണത്. പിന്നെ ജുമ തുടങ്ങിയത് ആ പള്ളിയിൽ സറാമ്പി ആകുന്ന സമയത്ത് ഷെയ്ഖുന അവിടെ വന്ന് ഷെയ്ഖുന വന്നിട്ട് അവിടെയുള്ള മൊയ്ലിയാറുണ്ട്, അവിടെ ഒരു ഉസ്താദുണ്ട്, ആ മൊഹീദ്ദീൻ മുസ്ലിയാർ എന്ന് പറയും, മദ്രസയിലുള്ള ഒരു അധ്യാപകനാ, ബന്ധത്തിലാണ്. അവിടെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ജുമാ ദിവസം നിങ്ങളെ തേച്ച് വെച്ച ഡ്രസ്സ് ഇവിടെ ഷർട്ടും അപ്പൊ ഒരു ജുമയ്ക്ക് ഇടാൻ വേണ്ടി എടുക്കൂ. അത് നല്ല മൊഞ്ചിലും ഇട്ട് നേരെ പോയി മെഹ്റാബിന്റെ അടുത്ത് കിടന്നു ഷെയ്ഖുന. അവിടെ ജുമയല്ല. അപ്പൊ ജുമേന്റെ ഏകദേശം സമയമായപ്പോ മൊയ്തീൻ വന്നിട്ട് പള്ളി പൂട്ടണ്ടേ, കാരണം അപ്പുറത്തെ പള്ളി പോണല്ലോ, നമ്മളെ എനിക്ക് തോന്നുന്നു ഓടത്തിൽ പള്ളിയിലാന്ന് തോന്നുന്നു പോന്നെ. അത് പറഞ്ഞപ്പോൾ നിങ്ങൾ ജുമയ്ക്ക് പോയിക്കോളൂ, ഷെയ്ഖുന വേറെ ജുമയാ. എത്ര സംഭവം ഉണ്ട്. അപ്പൊ സെയ്താർ പള്ളിയിൽ ഇയാളൊരു വെള്ളിയാഴ്ച അവിടെ ജുമ ഒന്നും ഇല്ലാത്ത ഒരു നിസ്കാര പള്ളിയിൽ വന്നു. എന്നിട്ട് അവിടുത്തെ ഒരു മൊയ്തീൻ മൊയ്ലിയാര് ഈ ജുമാന്റെ നേരായ സമയത്ത് ഇയാൾ ചെന്നിട്ട് മൊയ്തീൻ മൊയ്ലിയാരോട് എന്നിട്ട് നിങ്ങൾ ഡ്രസ്സ് ഒന്ന് തരൂ, ഇന്ന് ജുമാ ദിവസമല്ലേ. അപ്പൊ മൊയ്തീൻ മൊയ്ലിയാർ വിചാരിച്ചു വലിയ വലിയ പാപ്പല്ലേ, നേരത്തെ തന്നെ പള്ളി പോകാനായിരിക്കും വിചാരിച്ചിട്ട് അയാൾ ചെയ്ത് വെച്ച ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. ഇയാൾ എന്ത് ചെയ്ത് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ജുമാന്റെ നേരായപ്പോ ഈ ജുമാ ഇല്ലാത്ത പള്ളിന്റെ മിഹ്റാബ് പോയിക്കാണ്ട് ഒറ്റ കിടത്താം. സുബഹിന്റെ മുമ്പ് നീറ്റിട്ട് മൂത്രമൊക്കെ കഴിച്ച് കണ്ട് നല്ല ബാത്റൂമിലൊക്കെ പോയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ട് മുടിയൊക്കെ ചീകിയിട്ട് പിന്നെയും കിടന്നു തുടങ്ങിയിരുന്നില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇയാൾ ആ നേരത്തെ മൊയ്തീൻ മൊയ്ലിയുടെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇയാളവിടെ കിടന്നു. ആ മൊയ്തീൻ മൊയ്ലിയർ എന്ന് പറഞ്ഞ് ജുമാന്റെ നേരെയല്ലോ, പള്ളി പൂട്ടണല്ലോ, ഇത് നിസ്കാര പള്ളിയുള്ളൂ, അവിടെ ജുമയല്ലല്ലോ, അപ്പൊ നിങ്ങൾ പോയിക്കോളൂ ഞാൻ നിസ്കരിച്ചോളാം. അപ്പൊ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഇയാളെ മറ്റേ തടി മക്കത്തുനിന്നോ മദീനോ നിസ്കരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെന്തിനാണ് ഈ മൊയ്തീൻ മൊയ്ലിയുടെ ഡ്രസ്സ് വാങ്ങണത്? 40 തടിക്കും കൂടി ഒറ്റ ഡ്രസ്സാ തന്നെ. ഒറ്റ ട്രൗസറോണ്ട് ചിലപ്പോൾ 2 തടിക്ക് കൊണ്ടെടുക്കാൻ പറ്റുമായിരിക്കും. ഒരു ഓട്ടയിൽ ഒരു തടിയും മറ്റേ ഓട്ടയിൽ വേറെ തടിയും. ഇത് 40 തടിക്കുമ്പോൾ ഒറ്റ ഡ്രസ്സാ. അങ്ങനെ മൊയ്തീൻ മൊയ്ലിയുടെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇയാൾ മക്കത്ത് നിസ്കരിച്ചു എന്നാ ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ കിടന്നുറങ്ങി. അപ്പൊ ഈ നിസ്കരിക്കാത്ത ഇതുപോലത്തെ കള്ളൗലിയാക്കുണ്ടല്ലോ, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കുഞ്ഞാടുകൾ ഉണ്ടാക്കിയ നിബന്ധനയാണത്. എന്ത്? മഹാനവറുകൾക്ക് 40 തടിയായിരിക്കും, ഇപ്പോൾ ഒരു തടി മുക്കത്തുണ്ട്, മറ്റേ തടി മക്കത്തുണ്ട്, മക്കത്തുള്ള തടി നിസ്കരിക്കും, മുക്കത്തുള്ള തടി കിടന്നുറങ്ങും. അങ്ങനെ പറ്റുമോ? പറ്റൂലല്ലോ.
മറ്റേ ചങ്ങായിനെ പറട്ടെ, കാസിമി പറട്ടെ. സിയം വലിയുള്ള നിസ്കരിച്ചു എന്ന് പറയണ്ട. ചില അന്തല്ലാത്തവരെന്ത് പറയും, മക്കത്ത് സ്കരിക്കണം. മക്കത്ത് സ്കരിക്കാനല്ല കൽപ്പന, കോഴിക്കോട് സ്കരിക്കണം. അപ്പോൾ ഒരു പരിധിയായപ്പോൾ പിന്നെ സിയം ഭ്രാന്തനല്ല. സിയമിന് ഭ്രാന്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ വാങ്ങും. സിയം ഒരിക്കലും ഭ്രാന്തനല്ല, ഒരിക്കലും മജ്ദൂബല്ല. ഫനാ ലയിച്ചു പോയതാ. ദിക്റുള്ളാഹി, അള്ളാഹിന്റെ ദിക്റിൽ ലയിച്ചു പോയ ആൾക്ക് നിസ്കാരം തുടങ്ങാൻ പറ്റില്ല. കാരണം ജീവിതം നിസ്കാരം അവർക്ക് പിന്നെ അവർക്ക് തുടക്കം കൊടുക്കുമല്ല. ഇസ്ലാമില്ല, അവർ ലയിച്ചതാണ് ആരിൽ? അള്ളാഹുവിൽ. എന്തേ മുഹമ്മദിയത്തെ തൊട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് സിയം മജ്ദൂബാണെന്ന്. ഒരിക്കലും അല്ല, സിയം മജ്ദൂബല്ല. മജ്ദൂബായ വേറെ കുറെ ഔലിയാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സിയം മജ്ദൂബല്ല. സിയമിനെ സംഭവിച്ച് പരലോകത്തറിയേണ്ടത് ദുനിയാവിൽ അറിഞ്ഞുപോയി. അങ്ങനെ ആകുമ്പോൾ അന്തമിടും. അപ്പൊ മടവൂരിന് ഭ്രാന്തില്ല, ഒരു ഭ്രാന്തനെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് സംഭവിച്ചു? അള്ളാഹുലും കൊണ്ട് ഫനാ പ്രാപിച്ചു, അവിടെ ലയിച്ചു. അങ്ങനെ അള്ളാഹുല് ഫനാ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമൊന്നും, പ്രത്യേകിച്ച് നിസ്കാരമൊന്നുമില്ല, ഓലെ ജീവിതം മൊത്തം നിസ്കാരമാണ്. അത് മടവൂര് മക്കത്ത് നിസ്കരിച്ചു എന്ന് പറയണം, ഇവിടെ കോഴിക്കോട് തന്നെ നിസ്കരിക്കണം. നിങ്ങൾ ആ വക ഒട്ടിലെടുക്കും ഉടായിപ്പൊന്നും നടക്കൂല. മടവൂര് മക്കത്ത് നിസ്കരിച്ചു അത് പറ്റൂല. അയാൾ ഒരു തടി ഇവിടെ കോഴിക്കോടുണ്ടോ, അവിടുന്ന് തന്നെ നിസ്കരിക്കണം. മനസ്സിലായി? അതായി പറഞ്ഞത്. അപ്പൊ ഇതിൽ നിങ്ങൾ ഏത് അംഗീകരിക്കും? മടവൂര് മക്കത്ത് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അംഗീകരിക്കുവോ? അതല്ല, മുക്കത്തുള്ള ആൾ മക്കത്ത് നിസ്കരിച്ചാൽ പറ്റൂല, ഇവിടെ കോഴിക്കോട് തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഏത് അംഗീകരിക്കങ്ങള്? ഇത് രണ്ടും നിങ്ങളെ വണ്ടിയന്മാരനെയാണല്ലോ. ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ ഈ മടവൂരിനെ കുറിച്ച് ഈ ആക്ഷേപം ആ കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരുപാട് മുസ്ലിയാക്കന്മാർക്കും ഉസ്താദുമാർക്കും ഈ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇയാളെന്താ നിസ്കരിക്കാത്ത എന്നുള്ളത്. അപ്പൊ എന്തിനാണോ ഈ വിലായത്ത് പ്രാപിച്ചു കഴിഞ്ഞാല് ഈ അബുദാരിങ്ങളുണ്ടല്ലോ, ഒരുപാട് തടി ഉണ്ടെങ്കിൽ ഓർക്ക് നിസ്കാരമില്ല നിങ്ങൾ വ്യാപകമായി നിങ്ങൾ പ്രചരിപ്പിക്കണല്ലേ? പിന്നെ എന്തിനാണ് ഈ ഷെക്ക് നിങ്ങൾക്ക് മടവൂരിന്റെ കാര്യത്തില്? നിങ്ങൾ എന്താ നിസ്കരിക്കാത്ത ഷെക്കിന്റെ ആവശ്യം എന്താ? അപ്പൊ ആ കാലത്ത് ഇത് എല്ലാവർക്കും ഒരു അയ്യാൾ നിസ്കരിക്കലില്ല എന്നുള്ള കാര്യം മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ നിസ്കരിക്കാത്ത മടവൂരിനോട് ഒരാൾ യുദ്ധം പ്രഖ്യാപിച്ചു. ആ കഥ ഒന്ന് കേട്ടോക്കി. ഒരിക്കൽ ടൗണിൽ നിന്നും മറ്റും ഒരു പ്രസംഗിക്കുന്ന ഒരു സാധുവായ ആളുണ്ടായിരുന്നു. തലശ്ശേരി ചാലിൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ സെയ്താർ പള്ളിൻ്റെ എത്തുണ്ട്, മടവൂരുള്ള ഒരു ഉരുകി നിസ്കരിക്കൽ കാണൂല. അപ്പം മൂപ്പര് പറഞ്ഞു, നിസ്കരിക്കാത്ത ആള് ഉരിക, ഞാൻ രാവിലെ പോകുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യും പോയി. അങ്ങനെ ഞങ്ങൾ കെയിൻ്റെ വീട്ടിലുണ്ട്. അവിടെ മൂപ്പര് വന്നു കയറി. മൂസാൻകുട്ടിക്കാന്നാ പറയാ, നല്ല ആളാ, സാധു മനുഷ്യനാ. എന്നോട് പറഞ്ഞു, ഷെയ്ഖുന താമസിക്കുന്ന നേരെ ഒന്ന് കയറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൂപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് കയറാന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ജോറിൽ വന്നതാ. അവിടെ ചെന്ന് സലാം ചെയ്യും. നിസ്കരിക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതാണ്, അതിന് എൻ്റെ അനുവാദം ഉണ്ട്. ശിവന ഉടനെ മറുപടി കൊടുത്ത്, അതിന് എൻ്റെ അനുവാദമുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചിലരെ അതിൽ നിന്ന് ഒഴിവാക്കണം. അതാരാണ്? മജ്ദൂബീങ്ങളായ ആൾക്കാർ. അത്തരം മൗലിയാക്കന്മാരെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. അവർ വേറെ എന്തോ ബുദ്ധി ഭ്രമിച്ചു, അള്ളയിൽ ലയിച്ചു, അങ്ങനെ പോകുന്ന ആളുണ്ട്, അവരെ ഒന്ന് ഇടങ്ങാരാക്കരുത്. ഉടനെ മൂപ്പർക്ക് ശൈഖുനായോട് വലിയ ഒരു സ്നേഹം തോന്നി. ഇത് വലിയല്ലാതെ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു അവിടുത്തെ കൈ പിടിച്ച് മുത്തി താഴെ ഇറങ്ങി സന്തോഷമുള്ള വർത്തമാനം ആ മുസാനിക്ക പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബഹുമാനികളെ. അപ്പൊ ഈ മടവൂർ ഇങ്ങനെ നിസ്കരിക്കാതെ അങ്ങനെ ഊര് തണ്ടി കിടന്ന കാലഘട്ടത്തില് ഒരു മുസ്ലിയാർ ഈ കവലയിലും മങ്ങാടിയിലൊക്കെ പോയി പ്രസംഗിക്കുന്ന ഒരു സാധുവായ ഉസ്താദിനോട് ഈ മടവൂരിനെ കുറിച്ച് ആരോ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ഔലിയുണ്ട്, നിസ്കരിക്കലില്ല. അപ്പൊ ഈ ഉസ്താദ് നിസ്കരിക്കാത്ത ഔലിയെ, അങ്ങനെ ഔലിയ ഇസ്ലാമിൽ ഉണ്ടാവുമല്ലോ, ഇയാൾ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഇയാൾ ഈ പറയണത്. അപ്പൊ തന്നെ ഈ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കാത്തൊരു ഔലിയ ഉണ്ടെങ്കിൽ ഓനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഓനോട് പോയിട്ട് ഞാൻ യുദ്ധം ചെയ്യും. പിറ്റേന്ന് ഇയാൾ മടവൂരിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അരയിൽ കത്തിയും കൊടുവാളും അമ്പും വില്ലൊക്കെ ഉണ്ടായിരിക്കും. ചുരുക്കി പറയാൻ ചെന്നിട്ട് മടവൂരിനോട് പറഞ്ഞു, നിസ്കരിക്കാത്ത ആളോട് യുദ്ധം ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ മടവൂർ പറഞ്ഞു, എന്റെ അനുവാദമുണ്ട്, അങ്ങനെ നിസ്കരിക്കാത്ത ആളുകൾ വിടരുത്, ഓരോട് യുദ്ധം ചെയ്യുന്നതാണെന്ന് മടവൂർ ആവേശത്തിലാണ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മടവൂരിനൊരു ചിന്ത, പടസ്വനത്തിപ്പോൾ യുദ്ധം ചെയ്യാൻ ആദ്യത്തെ തല എൻ്റെ താളെ പോവുക, ഞാനളപ്പോൾ നിസ്കരിക്കാത്ത ഒന്നാമത്തെ കള്ളം പെടാൻ. അപ്പം മൂപ്പർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇതിൽ നിന്നും ചില ആളുകളെ ഒഴിവാക്കണം.
ആരാണ്? ആ മജ്ദൂബീങ്ങളായ ആൾക്കാരുണ്ട്, ഓല നിസ്കരിക്കൂല, അതുകൊണ്ട് ഓലങ്ങൾ ആ യുദ്ധത്തിൽ നിന്ന് ഒഴിവായിക്കാളി, ഓല കൊല്ലണ്ട. അപ്പോൾ ഒന്നാമത്തെ മജ്ദൂബ് ഇയാളാണല്ലോ. പണ്ട് തന്തനെയും തള്ളനെയും കൊന്നിട്ട് കോടതിയിൽ നിന്ന് ജഡ്ജി വധശിക്ഷ പ്രഖ്യാപിച്ചത്ര ഒരുത്തനെ. അവസാനം ചോദിച്ചു ജഡ്ജി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞത്ര, ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനാണ്, എന്നോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞ പോലെ ഇയാൾ നിസ്കരിക്കാത്ത ഔലിയാക്കളെ കൊല്ലാനൊക്കെ ഓർഡർ കൊടുത്ത് എൻ്റെ അനുവാദമുണ്ട്, നിങ്ങൾ ധൈര്യമായി കൊന്നോളൂ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അമളി മനസ്സിലായത് ഒന്നാം പ്രതി ഞാൻ തന്നെയുള്ളൂ എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, കുറച്ച് ആൾക്കാരെ ഈ ഞാൻ അനാഥനാണ് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി ജദബിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, ഓല ഇന്ന് ഒഴിവാക്കണം. സംഗതി ക്ലിയർ ആയില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇയാൾ നിസ്കരിക്കാത്ത കോലം. അങ്ങനെ ഇയാളോട് ചില ആൾക്കാർ ചോദിച്ചത്രേ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ അവിടുന്നാണല്ലോ, നബിമാരിൽ ഏറ്റവും ഉത്തമർ അവിടുന്നാണല്ലോ, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കലുണ്ടല്ലോ, നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത്? അതിന് ഇയാൾ പറഞ്ഞ മറുപടി ഇട്ടോളി. തലശ്ശേരിക്കാരൻ ഇപ്പോൾ മടവൂരിൽ അതിന്റെ അടുത്ത് ആ കുന്നിന്റെ ഉയരത്തിൽ താമസിക്കുന്ന ഒരു മദനിയുണ്ട്. അദ്ദേഹം ഒരിക്കൽ ശൈഖുനയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതായി കണ്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നിസ്കരിക്കുന്നത് കാണുന്നില്ലല്ലോ. അവിടുന്ന് മറുപടി പറഞ്ഞത്, അവിടെ നിന്ന് മുക്തദം ബിഹിയാണ്, ഞാൻ മുക്തദം ബിഹി അല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ആക്ഷേപം അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായിരുന്നു, ഇയാൾ നിസ്കരിക്കാത്ത കാര്യം. അപ്പൊ അന്ന് ആർക്കും ഇത് മനസ്സിലായില്ലേ, 40 തടിയാണ്, 7 തടി നിസ്കരിച്ചാൽ മതി എന്നുള്ളത്. പിന്നെ എന്തിനാ ആക്ഷേപിക്കാൻ നിൽക്കുന്നത്? അപ്പൊ ഒരു മദനി ചോദിച്ചത്ര, എന്ത് അള്ളാഹുന്റെ റസൂലാണ് ഏറ്റവും വലിയ റസൂൽ നിസ്കരിക്കലുണ്ടല്ലോ, നിങ്ങൾ നിസ്കരിക്കാത്തത്? ഇയാൾ പറഞ്ഞ മറുപടി, റസൂൽ മുക്തദംബിയാണ്, ഞാൻ അങ്ങനല്ല. അതായത് റസൂൽ പിൻപറ്റപ്പെടേണ്ട ആളാണ്, ഞാൻ പിൻപറ്റപ്പെടേണ്ട ആളല്ല. അപ്പൊ ഇസ്ലാമിലെ വലിയ എന്ന് പറഞ്ഞാൽ ആർക്കും മാതൃകയാക്കാൻ പറ്റിയ ആളല്ലടോ, ഓനാണല്ലോ വലിയ. മാതൃകയാക്കാൻ പറ്റാത്ത, പിൻപറ്റപ്പെടാൻ പറ്റാത്ത ഒരാളെങ്ങനെയോ വലിയാവുക? അപ്പൊ ഇയാൾക്ക് നിസ്കാരമില്ല, ഇയാൾ പിൻപറ്റപ്പെടാൻ പറ്റിയ ആളല്ല, ഇയാൾക്ക് ഒരു ഇബാദത്തും ഇല്ല, ഒരു ഇസ്ലാമും ഇല്ല. ഇയാളൊരു പടുഭ്രാന്തനായിട്ട് ഇങ്ങനെ നടക്കിയ ശൈത്താനിയത്തെ ബാധിച്ചുകൊണ്ട്. ഇത് എല്ലാവർക്കും അതിന് പുലിട്ട മനോഹരമായ ഒരു അറബി പേരാണ് ജദബ്. ആ ജദബാണ്. തരീ കയറി കഴിഞ്ഞാൽ നിസ്കാരമല്ല, നോമ്പില്ല, ഒന്നുമില്ല, ഒരു കൊന്തുമില്ല, ഒരു ഇസ്ലാമിക നിയമങ്ങളും പാലിക്കണ്ട, എല്ലാ ഹറാമും ചെയ്യാം ജദബ് ഉണ്ടെങ്കിൽ. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ജദബുണ്ടായി കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ടത് മാത്രമല്ല, നോമ്പ് നോൽക്കണ്ട. നോമ്പ് നോക്കണ്ടെന്ന് മാത്രമല്ല, നോമ്പ് നോറ്റ ഏതെങ്കിലും മുസ്ലിമീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓല നോമ്പ് കൊളാക്കും ചെയ്യാം. കേട്ടോളി. അങ്ങനെ ഷെയ്ഖ് കുലി മൊയ്തീൻ സാഹിബിന്റെ വഫാത്തോടുകൂടെ മഹാനായ ശൈഖുന ഖുതുബുൽ ഹാല് ആകെ മാറി. സാധാരണ നീണ്ട നിസ്കാരങ്ങളും വളരെ ദീർഘമുള്ള സുജൂദുകളും തഹജ്ജുദും അങ്ങനെ തുടങ്ങി ധാരാളം ഇബാദത്തിൽ മുഴുകിയിരുന്ന ശൈഖുന ഫർള് പോലും നിസ്കരിക്കുന്നത് ആരും കാണുന്നില്ല. റമദാനിൽ നോമ്പെടുക്കുന്നത് കാണുന്നില്ല. ചാലിലകത്ത് ഒരു റമദാനിൽ വന്ന് ചായ കുടിക്കുകയും അടുത്തുള്ള ഒരാൾക്ക് ബാക്കി കൊടുക്കുകയും ചെയ്യും. അയാൾ അതിന്റെ ബാക്കി റമദാനിന്റെ പകലിൽ കുടിച്ചു. സംഗതി വിവാദമായി. ഓക്കെ ഉസ്താദിന്റെ അടുക്കലെത്തി. ഉസ്താദ് ചോദിച്ചു, അവര് ആരോ ആവട്ടെ, ഇവന് വാങ്ങി കുടിക്കുമ്പോൾ അവനക്ക് ബോധമില്ലായിരുന്നു? ഇതാണ് ഓക്കെ ഉസ്താദ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പിൻപറ്റാൻ പറ്റാത്ത, നമുക്ക് താങ്ങാൻ പറ്റാത്ത മഹത്തുക്കളെ നാം പിൻപറ്റരുത്. നമ്മൾ പഠിച്ച ലാഹിർ ശരീഅത്ത് അനുസരിച്ച് നമുക്ക് താങ്ങാൻ പറ്റുന്ന നിലക്കുള്ള മഹത്തുക്കളെയാണ് നാം പിന്തുടരേണ്ടത്. അല്ലാത്തവർ, അവരുടെ ഹാല് നമുക്കില്ലാത്തത് കൊണ്ട് അവരെ ഇഖ്തിദായി ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ ഇയാള് റമദാനിൽ ഇയാള് നോമ്പ് നോറ്റില്ല എന്ന് മാത്രമല്ല, വേറൊരു സാധുവിന് വെള്ളം കൊടുത്ത് കാണാൻ നോമ്പ് മുറിപ്പിച്ചു. ഇയാൾ കാട്ടിക്കൂട്ടിരുന്ന ഫിതനകളാണത്, വലിയാണല്ലത്. അങ്ങനെ അത് വലിയ വിവാദമായി. ഓക്കെ ഉസ്താദിന്റെ അടുത്ത് പരാതി എത്തി. അപ്പൊ ഓക്കെ ഉസ്താദ് പറഞ്ഞു, മടവൂർ ഏതായാലും അങ്ങനെയാണ്, ഈ കുടിച്ച ഈ ചങ്ങായിക്ക് അന്തല്ലായിരുന്നോ? ആരാ ഓക്കെ ഉസ്താദ്? കാന്തപുരത്തിന്റെ ഉസ്താദ്, ബഹറുൽ ഉലൂം, ഉസ്താദുൽ അസാതീദ് എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹം അങ്ങനെ പറയുള്ളൂ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? മടവൂരിന് ഒരു നിലക്കം പിന്തുടരാൻ പറ്റില്ല, ഒന്നുകിൽ അയാൾ ഭ്രാന്തൻ അല്ലെങ്കിൽ ഫാസിക്ക്. ഇത് ഓക്കെ ഉസ്താദിന്റെ പേരക്കുട്ടിയായ മറ്റൊരു ഹസന് ഫേസ്ബുക്കിൽ എഴുതിയതാ, വല്ലിപ്പാന്റെ നിലപാട് ഇങ്ങനെയായിരുന്നു എന്ന്. കാരണം നിസ്കരിക്കാത്ത കള്ളന്മാരെ ഔലിയാക്കളാക്കാൻ പറ്റൂല എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അദ്ദേഹം ശക്തമായിട്ട് ശാസിച്ചു എന്നായി പറയണത്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് വലിയ. എന്ത് ബന്ധാടോ നിങ്ങളെ വലിയും ഇസ്ലാമും തമ്മിലുണ്ടായിരുന്നത്? സ്വയം ജീവിതത്തിൽ ഒരു ഇബാദത്തും ചെയ്യൂല എന്ന് മാത്രമല്ല, ഹറാമുകൾ നിരന്തരം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ ഇബാദത്തും കൊളാക്കുക. ഇസ്ലാമിലെ വലിയ അത് ശൈത്താന്റെ വലിയാണിത്. ഇത് അള്ളാന്റെ വലിയല്ല, ശൈത്താന്റെ വലിയാണ്. ആ ശൈത്താന്റെ വലിയിലേക്ക് നിങ്ങൾ അടുക്കരുത് കൂട്ടരെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അള്ളാന്റെ ഔലിയാക്കളാരെ നിങ്ങൾ പഠിക്കണം. ആ ജീവിതം സ്വന്തം ജീവിതത്തിൽ പകർത്തണം.
എന്നിട്ട് സ്വയം വലിയാകാൻ ശ്രമിക്കണം. അല്ലാതെ നിസ്കരിക്കാതെ നടക്കുന്ന, നോമ്പ് നോക്കാതെ നടക്കുന്ന, നോമ്പ് നോറ്റ ആൾക്കാരെ മുറിപ്പിക്കുന്ന, മൂത്രയിച്ച മനരിക്കാത്ത, തൂര്യ ചന്തിയാകാത്ത, അലക്കാതെ നടക്കുന്ന, കുളിക്കാതെ നടക്കുന്ന, സ്വന്തം ഉമ്മ സലാം പറഞ്ഞ മടക്കാതിരിക്കുന്ന, കെട്ടിയ ഒരു കാര്യവുമില്ലാത്ത തൊലാക്ക് ചൊല്ലിയ പടുഭ്രാന്തന്മാരെ ഔലിയാക്കളായി പ്രഖ്യാപിച്ച് അവരെ പിന്നാലെ കൂടല്ലേ എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണക്കാരോട്. മനസ്സിലായോ? അല്ലാതെ ഞങ്ങൾ വിലായത്തിനെ നിഷേധിക്കുന്ന ആൾക്കാരല്ല, കറാമത്തിനെ നിഷേധിക്കുന്ന ആൾക്കാരല്ല. ഇതെല്ലാം ഉള്ളതാണ്. പക്ഷെ ഉള്ള കള്ളന്മാർക്ക് നിങ്ങൾ ഇത് വകച്ചു കൊടുക്കരുത്. ഈ മടവൂരിനെ കുറിച്ചാണ് കുത്തുബുൽ ആലം, പ്രപഞ്ചത്തിന്റെ അച്യുതണ്ട്. എങ്ങനെ ഉണ്ടാവും? അയാൾ മരിച്ചതിന് ശേഷം കുത്തുബുൽ ആലമാന്നാ പറയണത്. കേട്ടോളി. ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരൊക്കെ കുൻത അബല്ലി വലി, ഈ ആലമിൽ വജൂദാകുന്നതിന്റെ മുമ്പും ഇവിടെ ഉള്ളപ്പോഴും അതിന് ശേഷവും അവർ കുത്തുബുൽ ആലമാണ് എന്നും അള്ളാഹുവിന്റെ നൂറാനിയത്തിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഹദറത്താണ് ശൈഖുനാ. സുഹൃത്തുക്കളെ, അപ്പൊ മടവൂര് എന്ന് പറഞ്ഞാൽ കേവലം കുത്തുബുൽ ആലമല്ല. ഈ ആലമിൽ വജൂദാകുന്നതിന്റെ മുൻപും, അതായത് ഇവിടെ ജനിക്കുന്നതിന്റെ മുൻപും ജീവിച്ചിരിക്കുന്ന കാലത്തും ഇപ്പൊ ഒടുങ്ങിക്കഴിഞ്ഞ ശേഷവും ഒക്കെ മൂപ്പരാണ് കുത്തുബുൽ ആലം. അപ്പൊ മടവൂരിന്റെ തലക്ക് വെളിവില്ലാത്തതുപോലെ ഈ അയാളെ മുരീദന്മാരായ മുറിമൊല്ലന്മാരുണ്ടല്ലോ, ഇവരെ തലക്കും വെളിവില്ല. ഇവർ ഈ വിഷയത്തിൽ ഓരോരുത്തർക്കും തോന്നിയതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞത്? മരിച്ചതിന് ശേഷം മടവൂര് കുത്തുബുൽ ആലമാണ്. ഏത് മടവൂര്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിശേഷണങ്ങളൊക്കെ ഉള്ള, നിസ്കരിക്കാതെ നടന്നിരുന്ന, നോമ്പ് നോക്കാതെ നടന്നിരുന്ന ആ മടവൂര് മരിച്ചതിന് ശേഷം കുത്തുബുൽ ആലമാണ്. എന്നാ വേറൊരു മുസ്ലിയാർ പറഞ്ഞു കേട്ടോളി. റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തു അധികാരം, സർമദ സുൽത്താൻ, മുറിഞ്ഞു പോവാത്ത, ഒരിക്കലും ക്യാൻസൽഡ് ആയി പോവാത്ത അധികാരം റസൂലുള്ളാഹിക്ക് കൊടുത്തത്. ഏത് മന്ത്രിയും ഏത് രാജാവും ക്യാൻസൽ ആകുന്നുണ്ട്, ഏത് കുത്തുബും ക്യാൻസൽ ആകുന്നുണ്ട് അല്ലേ? മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അൽ ഗൗസുൽ ആലം. ഗൗസ് കുറേ ഉണ്ട്. ഗൗസ് പറഞ്ഞ കുത്തുബ്, ആ സ്ഥാനത്തെത്തുന്ന പോലെ എത്രയോ കുത്തുബ് ഗൗസിങ്ങളുണ്ട്, കഴിഞ്ഞു പോയി. പക്ഷെ ഗൗസുൽ ആലം ആ സ്ഥാനം മൊഹീദ്ദീൻ ശൈഖിനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഗൗസുൽ ആലം, ഗൗസികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗൗസ്, അങ്ങനെ പേര് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഈ മൊഹീദ്ദീൻ ശൈഖ് ഗൗസുൽ ആലം എന്ന മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്തായി? കുത്തുബിയ്യത്ത് എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞില്ലേ? അവരൊഴിഞ്ഞു. പിന്നെ അവരുടെ ശേഷം അലിയുനിൽ ഹീത്തി റളിയല്ലാഹു അൻഹു ആണ് പിന്നെ ആ സ്ഥാനം ഏറ്റെടുത്തത്. അങ്ങനെ മടവൂർ ശൈഖുള്ള കാലത്ത് മടവൂർ ശൈഖിന്റെ അടുത്തേക്ക് ആ സ്ഥാനം വന്നു. മടവൂർ ശൈഖ് ഒഴിഞ്ഞെടുത്തില്ലേ? പിന്നെ മടവൂർ ശൈഖിന്റെ ശേഷം വേറെ ആളത് ഏറ്റെടുത്തു. അപ്പൊ ഇയാളെന്താ പറഞ്ഞത്? റസൂലിന് മാത്രമാണ് മുറിഞ്ഞു പോകാത്ത അധികാരമുള്ളത്. അതിനുശേഷം വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ആ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിന്റെ അധികാരം മുറിഞ്ഞു പോകും. ഇപ്പൊ മൊയ്തീൻ ഷേഖിന് അതിന് ശേഷം വന്ന അലിയിൽ ഹീത്തി, മൊയ്തീൻ ഷേഖ് സ്ഥാനം ഒഴിഞ്ഞു. സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മുമ്പ് എക്സ് കുത്തുബുൽ ആലമായി. പിന്നെ അലിയിൽ ഹീത്തി ആ സ്ഥാനം ഏറ്റെടുത്തു. ആ കസാരിക്കാണ് കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കൈമാറി വന്ന് മടവൂരിന്റെ അടുത്തെത്തി. മടവൂരിന്റെ മരണത്തിന് ശേഷം ചെയ്തു, മടവൂർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മൂപ്പരായിരുന്നു കുത്തുബുൽ ആലം. അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പര് മരിച്ചതിന് ശേഷം കുത്തുബുൽ ആലം സ്ഥാനം മൂപ്പര് ഒഴിഞ്ഞു. എന്നിട്ട് വേറെ ആളെ ഏറ്റെടുത്തു. ഇപ്പോ അങ്ങനെയാണെങ്കിൽ ആരോട് ഇപ്പത്തെ കുത്തുബുൽ ആലം? ഒന്ന് പറയടോ, ആരാണ് ഇപ്പത്തെ കുത്തുബുൽ ആലം? ഇത് എല്ലാ കാലത്തും അണമുറിയാതെ കുത്തുബുൽ ആലം ഇവിടെ ഉണ്ടാവുന്നുള്ള വാദം. മടവൂരിന്റെ ശേഷമുള്ള കുത്തുബുൽ ആലം ആരാണ്? 34 കൊല്ലായിട്ട് ഈ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണോ? ഇനി കാന്തപുരം മരിച്ചതിന് ശേഷം അയാളെ സ്ഥാനത്തേക്ക് തിരികെ കയറ്റാൻ നിൽക്കുകയാണോ? നിലവിലെ കുത്തുബുൽ ആലം ആരാണ്? കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കുത്തുബുൽ ആലം ആരാടോ? ഇങ്ങനെ മടവൂര സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ള പറഞ്ഞ്. നേരത്തെ കുട്ടിമൊല്ല എന്താ പറഞ്ഞത്? മടവൂർ മരിച്ചതിന് ശേഷം മൂപ്പര കുത്തുബുൽ ആലം. ഇയാളെന്താ പറഞ്ഞത്? മടവൂർ മരിച്ചതിന് ശേഷം സ്ഥാനം ഒഴിഞ്ഞു. ഇപ്പൊ വേറെ ആളാണ് കുത്തുബുൽ ആലം. ആരാണ് ഇപ്പത്തെ കുത്തുബുൽ ആലം? അപ്പൊ അതാ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത്, ഇമ്മന്മാർക്ക് മടവൂരിന്റെ പോലെ തന്നെ ഒരെണ്ണത്തിന് ഒരു കറുമ്പ് ബുദ്ധിയില്ല, ഒരെണ്ണത്തിന് തലക്ക് വെളിവില്ല. ഈ കഞ്ചാവ് അടിച്ചിറക്കുന്ന സൂഫികൾ ഈ വിഷയത്തിൽ ഓരോന്ന് എഴുതി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെ പറയുന്നേ? ഒരു സൂഫി പറയുന്നത് ഒരുത്തം വായിക്കും, വേറെ സൂഫി പറയുന്നത് വേറൊരുത്തം വായിക്കും. ഇത് പരസ്പരം ഏറ്റുമുട്ടുണ്ടോ, പരസ്പരം വൈരുദ്ധ്യാണോ? അതൊന്നും ചിന്തിക്കേണ്ട കാര്യത്തില്ല. കാരണം കൗമിന് എത്രല്ലേ തലുള്ളൂ. അപ്പൊ ചുരുക്കി പറയാം, ഇച്ചങ്ങായി പറഞ്ഞില്ല മടവൂർ കുത്തുബിന്റെ സ്ഥാനം ഒഴിഞ്ഞു, വേറെ ആൾ ഏറ്റെടുത്തു എന്ന്. അത് ഇബലടി തന്നെ പ്രശ്നമായിക്കണം തോന്നുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ വിശദീകരണമായിട്ട് വന്നു. കേട്ടോളി. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായിരുന്നു അലിയുനിൽ ഹീത്തി. ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ പറയുമ്പോൾ തോന്നും ഖാദിം എന്ന് പറഞ്ഞാല് അതിങ്ങനെ തുണിയും കുപ്പായം തിരുമ്പാനും വണ്ടി ഓടിക്കാനുള്ള ആളെ അല്ല. അന്ന് മരിച്ചവരെ ജീവിക്കാൻ കഴിവുള്ള ആളെ അലിയുനിൽ ഹീത്തി.
ബഗ്ദാദിലുള്ള ഔലിയാക്കന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ധനികനായിരുന്ന വലിയായിരുന്നു അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു. മൊയ്തീൻ ഷെയ്ഖിന് വലിയ ഇഷ്ടമായിരുന്നു. വെള്ളപ്പാട് സുഖപ്പെടുത്തുന്ന വലിയായിരുന്നു അലിയുൽ ഹീത്തി. കുഷ്ഠരോഗം സുഖപ്പെടുത്തുന്ന മഹാനായിരുന്നു അലിയുൽ ഹീത്തി. അതാ ശിഷ്യൻ ഖാദിം. ആ അലിയുൽ ഹീത്തി മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുറയുടെ മുന്നിലേക്ക് വന്നാൽ അവിടെ എങ്ങനെ വണങ്ങാന്ന് നേരെ മൊയ്തീൻ ഷെയ്ഖിന്റെ നേരെ അസ്സലാമു അലൈക്കും എന്നാണ് കയറിയിരിക്കൂല. എന്ത് അസ്സലാമു അലൈക്കും എന്താ ചെയ്യാന്നറിയോ? ഗേറ്റിന്റെ ഭാഗത്ത് മൊയ്തീൻ ഷെയ്ഖിന്റെ മദ്രസ വീട് അടുത്ത ആ മദ്രസന്റെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ചൂലെടുത്ത് ഇങ്ങനെ അടിച്ചോരി കുറെ നിൽക്കും അവിടെ. എന്തിന്? ഇങ്ങോട്ടൊരു അഡ്മിഷൻ കിട്ടാൻ. മൊയ്തീൻ ഷെയ്ഖിന്റെ അടുത്തേക്ക് അഡ്മിഷൻ കിട്ടാൻ അലിയുൽ ഹീത്തിക്ക്. അവരെ പറ്റി അവർ ആരാന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിന്റെ ഗൗരവം തിരിയാ. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല സമ്മതം കൊടുക്കുമ്പോ റൂമിൽ ചെല്ലും. മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു റൂമിൽ ചെല്ലും. റൂമിൽ ചെല്ലുമ്പോൾ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയും, ഇതൊക്കെ തെളിവുണ്ട്, ഞാൻ ബഡായി അല്ല പറയണത്, ഞാൻ ബഡായി പറയില്ല. നിങ്ങൾക്ക് ബഡായി തോന്നും ചിലതൊക്കെ, അത് നിങ്ങൾ എന്റെ അടുത്തേക്ക് പെരുമാറാത്തോണ്ടാണ് ബഡായിട്ട് തോന്നുന്നത്. നിങ്ങളോട് വിജയ് ചെയ്ത ബഡായാണ്, ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ വിജയ് ചെയ്ത. ഞാൻ പഠിച്ചാതെ പറയില്ല. പഠിച്ചാതെ പറയാൻ എന്തെല്ലാം പറയും, നിങ്ങൾ പറഞ്ഞവർ പറയണേ എന്തെല്ലാം പറയാനുണ്ട്. പഠനം പൂർത്തിയാകാത്തതുകൊണ്ട് പറയാതിരിക്കില്ല. അപ്പോ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു റൂമിലേക്ക് വിളിച്ചു അലിയുൽ ഹീത്തിനെ. എന്ത് ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. ഇരിക്കൂല, ഇരിക്കാൻ ധൈര്യല്ല. എന്താ ഇരുന്നോളൂ എന്ന് പറയുമ്പോ അങ്ങ് ഇരുന്ന് പോയാൽ നമുക്ക് നമ്മളെ മഖാം തകർന്നു പോകുമോ, കുരുത്തക്കേട് ഇട്ടോ എന്നുള്ള പേടിയാണ്. മൊയ്തീൻ ഷെയ്ഖ് പറയും, വലക്കൽ അമാൻ, വലക്കൽ അമാൻ, ഒന്നും പേടിക്കണ്ട, പൂർണ്ണ സുരക്ഷിതത്വമുണ്ട്. അപ്പോഴേ ഇരിക്കും അലിയുൽ ഹീത്തി. ആ അലിയുൽ ഹീത്തിക്ക് ആ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം, ആ കുതുബ് എന്നുള്ള സ്ഥാനം കേട്ടോ, ഗൗസ് എന്ന സ്ഥാനം, കുതുബുൽ അഖ്താബ് എന്ന സ്ഥാനം മൊയ്തീൻ ഷെയ്ഖ് അലിയുൽ ഹീത്തിക്ക് കൊടുത്തു. അപ്പൊ അതാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ മൊയ്തീൻ ഷെയ്ഖ് താഴോട്ടിറങ്ങല. മൊയ്തീൻ ഷെയ്ഖ് പിന്നെ ഈ എല്ലാ പടപ്പാളി നിയന്ത്രണം അവിടെ ഇതുമെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് ഒരു ബുദ്ധിമുട്ടല്ല. അതിനേക്കാൾ വലിയ സ്ഥാനം സ്വതന്ത്രനായി ഹുറായിട്ട് നിൽക്കല. സ്വതന്ത്രൻ, അങ്ങനെ ഒരു മക്കാമുണ്ട്, ഹുർരിയത്ത് ഹുർറിയാണ്ടൊരു മക്കാമുണ്ട് ഔലിയാക്കന്മാർ. ആ ഹുർറിയാന മക്കാമ് പറഞ്ഞ ജന്തോ മനസ്സിലാക്കും. ഹുർറിയാനൊരു മക്കാമുണ്ട്, ആ മക്കാമ് മൊയ്തീൻ ഷെയ്ഖ് എത്തിച്ചിട്ടുണ്ട്, ഹുർറിയാന മക്കാമ്. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല പിന്നെ കുതുബുൽ ഗൗസ് അതിന്റെ മേലേക്ക് പോയി. അതാണ് ഈ ബൈത്തിൽ പറയുന്നത്, അതിന്റെ മേലേക്ക് പോയി. അതാ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ന് മാത്രമല്ല, ഒരു കുതുബുൽ ആലമും ഒരു കുതുബും ആ സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കൽ ശരിയല്ല. അതിനേക്കാൾ മേലോട്ട് പോകണം. മടവൂർ തങ്ങൾ അതിലും മുകളിൽ പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാതെ മടവൂർ റളിയല്ലാഹു അൻഹു ഇപ്പൊ കുതുബുൽ ആലമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ദൗത്യം അവരല്ല നിർവഹിക്കുന്നത്. അവർക്ക് അതിലും വലിയ സംഗതി നിർവഹിക്കാൻ അധികാരമുണ്ട്. ആരും ചോദ്യം ചെയ്യാത്ത അധികാരം മടവൂർ ഷെയ്ഖിന് ഉണ്ട്. അതിലും വലിയ സ്ഥാനത്തേക്ക് അവർ ഉയർന്നിട്ടുമുണ്ട്. ന്യായീകരണത്തിന്റെ കോലം നോക്കണം നിങ്ങള്. അപ്പൊ ആ മടവൂരിന് ആ കുതുബുൽ ആലം എന്നുള്ള സ്ഥാനമില്ല, ആ സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ച് ഒപ്പിച്ചു നോക്കുകയാണ്. എവിടുന്നാ തുടങ്ങിയത്? മൊയ്തീൻ ഷെയ്ഖിന്റെ ഒരു അനുയായി അലിയുൽ ഹീത്തി, വലിയ ബടാ മൊലാലിയായ വലിയായിരുന്നു. മുമ്പേ പരിപാടി ബഗ്ദാദിലുള്ള ഔലിയാക്കളൊക്കെ തെരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും ഐഡന്റിറ്റി കാർഡൊക്കെ നോക്കിയിട്ട് ഔലിയ എന്നവാ തിന്നാൻ കൊടുക്കുക. അങ്ങനെ ഔലിയക്ക് ചിലവ് കൊടുക്കില്ല. അതിന് മുമ്പേ പരിപാടി മൂപ്പര് മൊയ്തീൻ ഷെയ്ഖിന്റെ അടുത്ത് വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മണ്ടി കയറൊന്നുമില്ല. ആദ്യം അവിടെ പരിസരത്തൊക്കെ ഒന്ന് വീക്ഷിച്ച് അവിടെ ഒന്ന് തെണ്ടി തിരിഞ്ഞ് നടന്ന് അതിന്റെ മുമ്പിലൊക്കെ ആ മദ്രസന്റെ മുമ്പിലൊക്കെ ഒന്ന് അടിച്ചേരിന്റെ ശേഷം ചെയ്യും അങ്ങോട്ട് കയറിക്കോന്ന് മൊയ്തീൻ ഷെയ്ഖിന്റെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കയറും. അല്ല മണ്ടി ചെന്ന് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞാലോ മൊയ്തീൻ ഷെയ്ഖ് അലിയിലെത്തി ഇരിക്കേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടിക്കയറി ഇരിക്കൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ഡുന്നാണ് ഇരുന്ന് കഴിഞ്ഞാൽ ആ മക്കാമാണ് തകർന്നു പോകുന്നു. അതെന്താ അയാളെ ചന്തിമ്മ 10 ഇഞ്ചിന്റെ കോൺക്രീറ്റ് ആണ് 20 അടിച്ച് കയറ്റിയിരിക്കണത്. പെട്ടെന്ന് ഇട്ടും പറഞ്ഞാൽ മക്കാമാണ് തകരാന്. ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖിന്റെ കാലശേഷം ഈ അലിയുൽ ഹീത്തി കുതുബിന്റെ സ്ഥാനം ഏറ്റെടുത്തു. അപ്പൊ മൊയ്തീൻ ഷെയ്ഖ് അതിനങ്ങോട്ടി പവറിലുള്ള കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥാനത്തേക്കാണ് കയറി. എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, കുതുബുൽ ആലത്തിന്റെ പദവി ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ആ സ്റ്റേജിലേക്കാണ് കയറും. അങ്ങനെ മടവൂർത്തങ്ങളും കുറച്ചും കൂടി മെച്ചപ്പെട്ട മോൾക്കാണ് കയറി. നിയന്ത്രണം അധികാരം കൂടി ആ കുതുബുൽ ആലം എന്നുള്ള സ്ഥാനം വേറാക്ക് കൊടുത്തു. എന്നിട്ട് ഇയാൾ പറയാ ഇതൊക്കെ ഇങ്ങനെ ബടായി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, അതിൻ്റെ അടുത്ത് വന്ന് പെരുമാറാത്തോണ്ട് തോന്നുകയാണ്. അത് ശരിയാണ്, എൻ്റെ അടുത്ത് വന്നൊന്ന് പെരുമാറാത്തൊരു തകരാറും കണ്ട് അതിൻ്റെ ഒരുവിധം പ്രസംഗം കേട്ടാലൊക്കെ നമുക്ക് തോന്നലുണ്ടത് അടുത്ത് വന്ന് നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ ക്വേഷം ക്ലിയർ ആവും എന്നുള്ളത്. അപ്പം മൊയ്തീൻ ഷെയ്ഖ് ആയിക്കോട്ടെ മടവൂരായിക്കോട്ടെ ഇവർ ഈ കുതുബിന്റെ സ്ഥാനം അവിടെ ഒഴിഞ്ഞിട്ട് അതിനെക്കാട്ടി കുറച്ച് മോൾക്കുള്ള കുറച്ചും കൂടി നിയന്ത്രണം അധികാരമൊക്കെ ഉള്ള മോൾക്കാണ് കയറുന്ന അറിഞ്ഞത്. എന്നാ അങ്ങനെയാണോ ശരി? ഇയാളെന്നെ പറട്ടെ. മടവൂർ തങ്ങൾ ഇപ്പോൾ കുതുബുൽ ആലം എന്ന് പേര് പറയുമെങ്കിലും ഇപ്പോൾ അവരല്ലല്ലോ കുതുബുൽ ആലം. മരിച്ചതിൻ്റെ ശേഷം അവർ മരിച്ചു കഴിഞ്ഞു. മരിച്ചതിൻ്റെ ശേഷം അവർക്ക് ഇങ്ങനെ ഈ കുതുബിനിക്കുള്ള നിയന്ത്രണം ഇല്ല. കുതുബിൻ്റെ നിയന്ത്രണം ഫുള്ളുള്ള നിയന്ത്രണമാണ്. ആ നിയന്ത്രണം മടവൂരിനില്ല. ഒരു വലിയ കഴിഞ്ഞു പോയ ഒരു കുതുബിനിക്കും അങ്ങനെയുള്ള നിയന്ത്രണം ഇല്ല. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞത്?
മടവൂരിന് കുത്തുബുല്ലാലത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കാര്യ നിയന്ത്രണമൊന്നുമില്ല. ഒരു എക്സ് കുത്തുബുല്ലാലം ഉണ്ടല്ലോ, റിട്ടയർഡ് കുത്തുബുല്ലാലം, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ അങ്ങനെ പ്രത്യേകിച്ച് അധികാരം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളൂ. മൂപ്പരിരുന്ന തസ്തികന്റെ ആ കസേരയിൽ വേറെ ആളായിരിക്കും. പിന്നെ മൂപ്പർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ തലറിഞ്ഞിക്കണം. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ വലിയൊരു നിലയും വരുന്നില്ലല്ലോ, പേരയിൽ വേറെ കുട്ടികൾ കളിപ്പിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു സ്ഥാനം ഉള്ളൂ ഇപ്പോൾ മടവൂരിന്. പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല. എക്സ് കുത്തുബുല്ലാലം, റിട്ടയർഡ് കുത്തുബുല്ലാലം, അതാണ് ഇപ്പോൾ മടവൂര്. നിങ്ങളൊന്ന് പറയുക, ഇതിനാ തലക്ക് വെളിവുള്ളത്. ഏതിനെങ്കിലും കുറച്ചൊരു വെളിവുണ്ടെങ്കിൽ അത് വലിയൊരു കുഴപ്പമില്ല എന്ന് പറയായിരുന്നു. ഏതിനാടോ പല കൂട്ടത്തിൽ തലക്ക് വെളിവുള്ളത്? മടവൂരിന് വെളിവുണ്ടായിരുന്നോ? ആ മടവൂരിന്റെ അപദാനങ്ങൾ പാടി പറഞ്ഞടക്കണ ഈ മൊല്ലമാർക്ക് വെളിവുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇനി മടവൂർ ഇങ്ങനെ ആയിരം വല്ല അത്ഭുതമുണ്ടോ? ഇല്ലല്ലോ. കാരണം മത്തം കുത്തിയ കുമ്പളം മുളക്കുമല്ലോ. മടവൂരിന്റെ ബാപ്പാന്റെ കറാമത്ത് കേട്ടോ നിങ്ങള്. മറ്റൊന്ന്, അവിടുന്ന് സാധാരണ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ കടം വാങ്ങാറുണ്ട് ഒരു കടയിൽ നിന്ന്. ഒരു ദിവസം കടക്കാരൻ പറഞ്ഞു, ഇനി മുതൽ ഇടപാട് വേണ്ട, പണം തന്നിട്ട് മതി. അന്ന് രാത്രി ആ കടക്കാരന്റെ ഇടപാട് എന്നേക്കുമായി അവസാനിച്ചു. അവൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടി വന്നു. എടോ, ഇതാണ് ഇറ്റിങ്ങളൊക്കെ അവസ്ഥ. ഹലാല് തിന്ന് വളരണം, അത് ഏതൊരു മനുഷ്യനാണെങ്കിലും. ഇത് ഇയാൾ ചെറുപ്പം മുതലേ ഹറാമ തിന്നാ വളർന്നിട്ടുള്ളത്. ഇയാളെ ബാപ്പേ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനങ്ങൾ കടം വാങ്ങും. കടം വാങ്ങി ഇങ്ങനത്തെ ഒരു 10 ഔലിയാക്കൾ സ്ഥിരമായിട്ട് കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധുവിന്റെ കട പൂട്ടാൻ പിന്നെ വേറെ എന്തെങ്കിലും കാരണം വേണോ? ഇത് MA യൂസ്ഫലിന്റെ ലുലുമാളൊന്നുമല്ല തുറന്നു വെച്ചിട്ടുള്ളത്. ഇനി ആരെത്ര കടം പോയി കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ആ സാധുവിനുണ്ടാവില്ല. ഒരു സാധാരണക്കാരനായ ഒരു കടക്കാരൻ ഒരു ചെറിയ വെച്ചിട്ട് പീടിന്റെ ഉള്ളിൽ, ഒരു പീഡിയ റൂമിനുള്ളിൽ കുറച്ച് ഒരു 5 കിലോ പഞ്ചസാരയും ഒരു 5 കിലോ അരിയും കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ വാങ്ങും ആൾക്കാർ. പൈസ കൊടുത്താലേ സാധുവിന്റെ കച്ചവടം നടന്നു പോവുള്ളൂ. അപ്പൊ ഇയാൾ സ്ഥിരമായിട്ട് കുഞ്ഞിമായി മുസ്ലിയാര് മടവൂരിന്റെ വാപ്പ സ്ഥിരമായിട്ട് കടം വാങ്ങും. കുറെ ആയപ്പോ ഇയാൾ പറഞ്ഞു, അല്ല, ഇനി കടം വീട്ടിയിട്ട് ഇടപാട് മതി എന്ന് പറഞ്ഞു. എന്നാ അന്ന് രാത്രി എങ്ങനെയും കടം വീട്ടല്ല, അയാളെ കൊന്നു കളഞ്ഞു. അയാൾ മരിച്ചു. ആ ഇടപാട് അതോടെ കൂടി തീർന്നു. എന്തിടപാട് തീർന്നു? അയാൾ മരിച്ചു. ഇത് കണ്ടും കേട്ടിട്ടല്ലേ മടവൂരും വളർന്നിട്ടുള്ളത്. അയാളുടെ ജീവിതത്തിൽ വല്ല ഹലാലും ഉണ്ടാവോ? ഹറാമന്നല്ലേ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് മടവൂരിന്റെ ആകത്തുക. ദീനിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ. വിലായത്ത് കിട്ടി എന്നൊക്കെ പറയുന്നതിന് ശേഷം ജന്മനാ വലിയ എന്ന് പോലെ പറയലുണ്ട്. എന്നാലും ഒരു പിരാന്ത് മൂർത്തിച്ചതിന് ശേഷം അയാൾ ചെയ്തത് മുഴുവനും ഈ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാണ്ട് ഇയാൾ നിയമവിരുദ്ധമായി ചെയ്ത കാര്യങ്ങൾ, രാജ്യത്തിന് വിരുദ്ധമായി, നിയമത്തിന് വിരുദ്ധമായി ഒക്കെ ഇല്ലീഗലായി ചെയ്ത കുറേ കറാമത്തുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.